നമസ്കാരം കമ്പി സാർ. നമസ്തേ, ഒന്ന് വിഷയമായ ഞാൻ റീല് കണ്ടിട്ടാണ് താങ്കളെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. അന്ന് ഈ കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിപണനം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കൂടുതൽ അറിയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. താങ്കൾ തന്നെ പറയൂ, താങ്കൾ ആരാണ്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിശദമായിട്ട് ഒരു കുറഞ്ഞ ഇതില് ഒന്ന് പറയാമോ? ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജനങ്ങൾ എന്നെ അറിയുന്നത് ഔഷധ കഞ്ചാവ് നിർമ്മിതാവും അതിന്റെ വിപണനം ചെയ്യുന്ന ഒരു വ്യക്താവായിട്ടാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ തന്നെ പറയാം. അപ്പൊ തമ്പി നാഗാർജുന എന്നുള്ള ലേബലിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ പലർക്കും സംശയമുണ്ട്, ഈ മരുന്നുകൾ കേരളത്തിൽ വിൽക്കാൻ പറ്റുമോ, കാര്യം കേരളത്തിൽ കഞ്ചാവ് നിഷിദ്ധമല്ലേ, നിയമം കൊണ്ട് ഇതിനെ ബാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ. ആ ചോദ്യങ്ങൾ ശരിക്കും സംശയം ശരിയല്ല. കാര്യം ആയുഷ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അടുത്ത കാലത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് ക്രോഡീകരിച്ചേക്കുന്നത് ആയുർവേദ, യോഗ, സിദ്ധ, ഹോമിയോ, യുനാനി എല്ലാം കൂടെ ചേർത്ത് ഉള്ള ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ സംസ്കാരത്തെയും സംസ്കൃതിയും തിരിച്ചുകൊണ്ടുവരും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആയുഷ് ഇതിന് ലൈസൻസ് അലോ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും വിൽക്കാം. ഫെഡറൽ സംവിധാനം അനുസരിച്ച് കുറച്ച് അധികാരങ്ങൾ സംസ്ഥാനത്തിൻ്റെതാണ്. അപ്പൊ ഈ NDPS ആക്ട് എന്നൊരു ആക്ട് 1985 വന്നതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് റെസ്ട്രിക്റ്റഡ് ആയത് ഭാരതത്തിലുടനീളം. എങ്കിലും അത് കൾച്ചറലായിട്ട് ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ കൂടി ഇവരത് കേരള ഇന്ത്യ ചെയ്താണെങ്കിൽ ചെയ്യുന്നില്ല. ഇവിടെ മെനഞ്ഞാന്ന് 8 ഗ്രാം കഞ്ചാവായിട്ട് ഡോക്ടറെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ശരിക്കും ഔഷധ കഞ്ചാവ് നിർമ്മിക്കാൻ ഏത് സംസ്ഥാനത്തിനും അവർ ഒരു ലോ ഉണ്ടാക്കിയാൽ മതി. എന്തൊക്കെ കാരണങ്ങളാൽ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന ഇന്ത്യക്ക ലോകത്ത് തന്നെ 1ാം നമ്പറായ ഇടുക്കി ഗോൾഡുള്ള നമ്മൾ അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ 7ഓളം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ ഇതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനത്താണ് ഞാൻ ഈ സാധനം കൃഷി ചെയ്യുകയും ഫാക്ടറി നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഔഷധ കഞ്ചാവുകളുടെ ഉത്പാദന വിപണനമാണ് ശരിക്കും ഇപ്പോൾ ഞാൻ ഏറ്റെടുത്തേക്കുന്ന കർമ്മമണ്ഡലം. നമ്മുടെ കേരളത്തിൽ കൃഷിയും ഇതിന്റെ ലൈസൻസ് ഒന്നുമില്ല കൃഷി ചെയ്യാനുള്ള, അല്ലേ? കൃഷി ചെയ്യുകയല്ല, അവര് കഞ്ചാവായിട്ട് പോകുന്നവരെ വരെ വളരെ ക്രൂരമായിട്ട് പിടിക്കുകയും ജയിലിലടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് യുവാക്കളെ. ശരിക്കും അപകടകരമായ രീതിയിൽ കൂടാണ് സർക്കാർ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ ഏൻഷ്യന്റ് ആയുർവേദത്തിൽ പറയുന്നത്, ഏൻഷ്യന്റ് ആയുർവേദ അങ്ങനെ ഒന്നും ഇല്ല, പക്ഷെ ആയുർവേദത്തിൽ പറയുന്നത് ചരക സംഹിതയിലും മറ്റും കഞ്ചാവിന്റെ ഗുണങ്ങളെ കുറിച്ചും അത് ചേർത്തിട്ടുള്ള ഔഷധങ്ങളെ കുറിച്ചും ഉണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് ബാൻ ചെയ്തതെന്ന് എന്റെ ഒരു സംശയം. ഈ നമ്മുടെ കേരളത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു മണി സോഴ്സ് ആണ് ആയുർവേദ ട്രീറ്റ്മെന്റും ആയുർവേദ മരുന്നുകളും. അതിന്റെ ഉൽപാദനവും ഈ ഇത്തരം മരുന്നുകളുടെ ക്വാളിറ്റിയും ഇല്ലാതാക്കി മറ്റു ഔഷധങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാനാണോ ഇതിങ്ങനെ ബാൻ ചെയ്ത് വന്നതെന്ന് അതിനെ കുറിച്ച് എന്തെങ്കിലും? അലോപ്പതി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ശരിക്കും റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത്. കാര്യം ഒരു ചിത്രശലഭം പോലും വളരാത്ത ആയിരക്കണക്കിന് ഏക്കർ തേയിലത്തോട്ടം ഇവിടെ വളരണമെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള അനുഗ്രഹവും ആരോഗ്യം കിട്ടുന്ന പലതും നമ്മൾ വേണ്ടാന്ന് വെക്കണം. ഭരണ സംവിധാനത്തിൽ എത്താൻ മാത്രമേ അവർക്ക് ഇതിന്റെ പ്രയോജനം ഉണ്ടാവുള്ളൂ. ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവാനല്ല. തീർത്തും പറയാം. കാരണം അടുത്ത കാലത്ത് വരെ ശബരിമലയിൽ വരെ ഇരുമുടിക്കെട്ടിൽ ഒരു കെട്ടില് ശിവമൂലി ഉണ്ടായിരുന്നു, ഭക്തർ കൊണ്ടുപോകുമായിരുന്നു. 85 എന്ന് പറയുന്നത് 40-45 വർഷത്തിലായിട്ടുള്ളൂ. എന്നാൽ പോലും ഇവിടെ സന്യാസിമാരുടെ ഇടയിൽ ഇത് നിഷിദ്ധമല്ലായിരുന്നു, അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതെ, എന്റെ മുത്തശ്ശനൊക്കെ കറുപ്പ് മുൾക്കാനിൽ തേച്ച് കറുപ്പ് ഉപയോഗിക്കുന്നതായിട്ട് അമ്മ പറഞ്ഞു. കറുപ്പ് എന്റെ അമ്മൂമ്മയ്ക്ക് കോട്ട ഉണ്ടായിരുന്നു. പണ്ട് ട്രഷറി വഴിയായിരുന്നു കറുപ്പ് കൊടുത്തിരുന്നത്. അപ്പൊ ആ കോട്ട വാങ്ങാൻ പോകുമ്പോൾ ഞാനും കൊടുക്കുമായിരുന്നു. എനിക്കൊരു 6 വയസ്സ് 7 വയസ്സുള്ളപ്പോൾ എന്റെ നാട്ടിലൊക്കെ തേച്ച് തരുമായിരുന്നു കറുപ്പ്. അതൊക്കെ കുറഞ്ഞ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നു നമ്മുടെ ആരോഗ്യത്തിൻ്റെതാണോ രഹസ്യം? അതായത് എന്നിട്ടും നുണകളിലാണ് കേരളം ഇന്ന് നിലനിൽക്കുന്നത്. ആധുനിക സംസ്കാരത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു അവിച്ഛുതി, ധർമ്മിച്ഛുതി നുണകളാണ് പറഞ്ഞു വരച്ചേക്കുന്നത്. ഇവിടെ ഈ വിദേശികൾ വരുന്നതിന് മുമ്പ് ഇവിടെ ചെറുപ്പത്തിലെ ആളുകൾ മരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവര് വന്ന് അച്ചുവത്ത് തുടങ്ങി. അച്ചുവത്താണല്ലോ ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ലൂയിസ് പാസ്റ്റർ, അയാൾ മതം വളർത്താൻ വന്നവനാണ്, പാസ്റ്റർ എന്നാണ്. അപ്പൊ അയാള് മുതലാണ് ഇവിടെ ജനങ്ങൾക്ക് ആരോഗ്യം വന്നതെന്നും ഒക്കെ പറഞ്ഞ് നുണകളിൽ കൂടെ അലോപ്പതി അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു.
അതിലുണ്ടായ ഒരു ച്യുതിയാണ് മെയിനായിട്ട് സംഭവിച്ചത്. അല്ല, ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ ഉം. ഇപ്പൊ അലോപ്പതി മരുന്ന് ഉം. പാരസിറ്റമോൾ എടുത്താൽ മതി. ഉം. 15 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇനി ഇത് കഴിക്കണ്ട, ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആയുർവേദത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു മരുന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. 2024 വരെ പ്രിസ്ക്രിപ്ഷൻ വേണമായിരുന്നു പാരസിറ്റമോളിൽ പല പേരിൽ. ഇപ്പൊ ഡോളോ എന്നുള്ള ഒരു കമ്പനി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ OTC പ്രോഡക്റ്റ് എന്ന് പറയും, ഓവർ ദി കൗണ്ടർ, ആർക്കും പോയി വാങ്ങാമെന്ന തരത്തിലേക്ക് ലിബറലൈസ് ചെയ്യുക ചെയ്തത്. പാരസെറ്റമോൾ മാത്രം ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എലി മരിച്ചു പോകും. എലിയും മനുഷ്യനുമായിട്ട് ഏകദേശം സെയിം കെമിസ്ട്രി ആണെന്നാണ് പറയുന്നത്. കാര്യം എലികളിലാണ് ആദ്യം ഔഷധ പരീക്ഷണങ്ങൾ നടത്തുന്നത്, വെള്ള എലിയിൽ. അപ്പം ആവറേജ് മനുഷ്യര് പാരസെറ്റമോളിന്റെ വിപണനം, അതായത് 1000 കോടി രൂപയാണ് കഴിഞ്ഞ ഞങ്ങൾ കൊല്ലം വരെ കൈക്കൂലി ഡോക്ടർമാർക്ക് മാത്രം കൊടുത്തത് ഈ ഡോളോ കമ്പനി. അപ്പൊ അതൊക്കെ പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കാത്തതിനിപ്പം നമുക്ക് ആരും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. താങ്കളുടെ ഈ ഉൽപ്പന്നത്തിന് താങ്കള് പറയുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സപ്ലിമെന്റ് പോലെ കഴിക്കാവുന്ന. അല്ല, സപ്ലിമെന്റ് അല്ല, മെയിൻ ഫ്രെയിമിൽ കഴിക്കാം. മെയിൻ ഫ്രെയിം നമ്മള് ക്യാൻസർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള ഈ പാല് പോലും, അപ്പോ ഇതില് ഈ പാലിൽ തന്നെ അല്ലെ ഹെമ്പ് മിൽക്ക്, അപ്പം ഇതിന്റെ സീഡ്സ് ഇല്ലേ, ആ സീഡ്സ് വെറുതെ വെള്ളത്തിലിട്ട് മിക്സിയിലിട്ട് അടിക്കുകയും കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പാലായിട്ട് കിട്ടും. ഇതിൽ ഒമേഗ 3, 6, 9 ഈ 3 ഘടകങ്ങളുണ്ട്. ഒരു സംടൈംസ് ഫുഡാണിത്. എന്തായാലും വളരെ ടേസ്റ്റി പാല് തന്നെ. അപ്പൊ ഹെമ്പ്, ഈ സീഡിന്റെ കഞ്ചാവ് സീഡ് തൊണ്ട് കളഞ്ഞ് മിക്സിയിലിട്ട് വെറുതെ അടിക്കുക, അതിനകത്ത് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അപാലവൃദ്ധ ജനങ്ങൾക്ക്, അതായത് ഇപ്പൊ ജനിച്ചു വീണ കുട്ടികൾ മുതൽ മരണശയ്യ കിടക്കുന്നവർക്ക് വരെയുള്ള ഒരു അത്ഭുത ഭക്ഷണമാണിത്. അമൃതന് തുല്യമാണിത്. ഇത് OTC ആണ് കേട്ടോ, ഇതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇതിനും ഇവിടെ പ്രശ്നമുണ്ട്. കാര്യം വെച്ചാലും കുരു കൊണ്ടുകിടന്ന് താഴെ വീണ് കിളിച്ചു കഴിഞ്ഞാൽ എക്സൈസുകാർ കേസ് എടുക്കാൻ നിങ്ങൾ 20 കൊല്ലം അകത്തു പോകും. കുരു കൊണ്ടു കിടക്കുന്നതിന് കുഴപ്പമില്ല, അത് FSSAI ആക്ടിൽ വരും. അപ്പൊ വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തവാദം എങ്ങനെയൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്, അവരാണ് മാറ്റേണ്ടത്. അപ്പൊ താങ്കള് ഇതല്ലാതെ മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? നമുക്കിപ്പോ മെയിനായിട്ട് സഹസ്രയോഗം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട് ആയുർവേദം. അതിൽ അംഗീകരിക്കപ്പെട്ടുള്ള മദനകാമേശ്വരി എന്നൊരു ലേഖ്യമുണ്ട്. ഈ മദനകാമേശ്വരി എന്ന് പറയുമ്പോൾ ആളുടെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ഇത് വയാഗ്രയ്ക്ക് പകരമാണ്. നല്ല മെറ്റബോളിസം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ശാരീരിക, മാനസിക, സ്പിരിച്വൽ ലൈൻ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം എപ്പോഴും ഉണ്ടാവും. ആനന്ദമയുടെ കോഴ്സ് എന്നൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് ഇപ്പൊ ആധുനിക ശാസ്ത്രം വിലയിരുത്തുന്നുണ്ട്. ഇതിൽ അത്ഭുതാപകമായ ഒരു കാര്യം, ക്യാൻസർ ക്യൂർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഔഷധം നമുക്കിപ്പോൾ അപ്രൂവൽ കിട്ടുന്നുണ്ട്. അത് ആനന്ദഗന്ധം എന്ന് പറയുന്ന ശ്രീലങ്കയിൽ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആനന്ദ ഭൈരവൻ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിന്റെ നമ്മുടെ ഡോക്ടർ CP മാത്യു കേട്ടിട്ടുണ്ടായിരിക്കും. 96 വയസ്സിൽ അടുത്ത കാലത്ത് മരിച്ചു, കഴിഞ്ഞാലും മരിച്ചു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ ഇതിനു വേണ്ടി ഒരു കേസ് കൊടുത്തത്. ഇത് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അത് പക്ഷെ 10-15 കൊല്ലം ആ കേസ് അവർ ട്രാക്ക് ചെയ്തിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും ആ മരുന്നും കൂടെ നമ്മളിപ്പം അപ്രൂവൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് CBD എന്ന് പറയും. ഇതിന് അതായത് THC, CBD, CBG, ടെർപ്പൈൻ, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ലിസ്റ്റ് ചെയ്ത് വരുമ്പോൾ. അതിൽ THCക്കാണ് തലയ്ക്ക് പിടിക്കുന്ന ന്യൂറോൺ സംബന്ധമായ ഇതുള്ളത്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഫ്ലവർ ഇല്ല, ഫ്ലവറിലാണ് ഏറ്റവും കൂടുതൽ THC ഉണ്ടാവുക. ഈ ചെടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പുരുഷന്മാരെ അല്ലെങ്കിൽ സ്ത്രീ ആകർഷിക്കാൻ വേണ്ടി, അതായത് മനുഷ്യനല്ല അവരുടെ ചെടിയിലുള്ള പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമുണ്ട്. ആ ഗന്ധം 10-15 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകും. അത് കേട്ടിട്ടാണ് ഇങ്ങനെ കഞ്ചാവ് പൂത്തുനിന്ന് പോലും ആൾ അറിയുകയും ഇത് വന്ന് ഇവര് പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് മാരിജുവാന എന്നാണ് പറയുന്നത്. ആ ചെടിയെ ഇങ്ങനെ പുഴുകിയാൽ അത് സ്രവം ഇങ്ങനെ കയ്യിൽ പറ്റും. അതിൽ നിന്ന് വടിച്ചെടുക്കുന്നതാണ് മറുവാന എന്ന് ഉള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്യാൻസർ പേഷ്യൻസിനെ റേഡിയേഷനോ എന്തോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഉള്ള വേദനയ്ക്കോ ഒക്കെ പരിഹാരമായിട്ട് ഇത്തരം ഈ കഞ്ചാവിന് എടുക്കുന്ന എന്തോ ഒരു. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. കാര്യം കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അതിന്റെ മോശാവസ്ഥ സഹിക്കാൻ വലിയ പാടാണ്. അതിനുവേണ്ടി ഈ രീതിയിലുള്ള ഔഷധങ്ങൾ വളരെ സപ്പോർട്ടീവാണ്. ഒന്നാമത്തായിട്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ട്രോങ് ആയ മരുന്ന് കഴിക്കുമ്പോഴും
കനാബിസിന്റെ മെഡിസിൻസ് ആ മരുന്നിന്റെ വീര്യത കുറയ്ക്കാതെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ ദോഷഫലങ്ങൾ നിങ്ങൾ കുറയ്ക്കും. ചുരുക്കം പറഞ്ഞാൽ ഹൗസ് മെയ്ഡ് പോലെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ സേവനം, നിങ്ങൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും തെറി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഡോഗിന്റെ ഒരു പോലെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളോടൊപ്പം. അതുപോലെ തന്നെയാണ് CBDക്കുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ എപ്പിലെപ്സി, പാർക്കിൻസൺസ്, ഈ വിധ അസുഖങ്ങൾക്ക്, അതായത് 1960 മുതലുള്ള ഈ അലോപ്പതിക്കാരുടെ സ്റ്റഡീസ് ഉണ്ട് ഇപ്പോൾ. ഇതിന് ഇന്ന മെഡിസിൻസിന് ഇത് എഫിഷ്യൻസിയാണ്. പാലിയേറ്റീവ് കെയറിൽ ഏറ്റവും കൂടുതൽ ശുദ്ധമായ ഔഷധങ്ങളാണിത്. ഒരു 10ഓളം ഔഷധങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നല്ല മാർക്കറ്റ് ചെയ്യുന്നത്, മധ്യപ്രദേശാണ് നമ്മുടെ ഫാക്ടറി. അവിടെ നിന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് വഴി ഓർഡേഴ്സ് എടുത്തിട്ട് വേണം. ഇപ്പൊ നമ്മൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. മദ്യം പോലും നിങ്ങൾ 1 ഔൺസ് കഴിച്ച് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ലിവറിന് പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ ഇതിന് അഡിക്ഷൻ എന്നൊരു സാധനമില്ല. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, അപ്പൊ ഞാൻ കഞ്ചാവ് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ അടിമയായി പോകും, അഡിക്ഷൻ ഉണ്ടാവും? ഒരിക്കലും ഇല്ല. നമ്മുടെ അഡിക്ഷൻ പോലും നമ്മുടെ ഈ ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. അല്ല, നുണകളാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഞാൻ ആ നുണയിൽ നിന്ന് മാറണമെന്നാണ് പറയുന്നത്, റിയാലിറ്റിയിലേക്ക് വരണം. പിന്നെ ഒന്ന് ചോദിക്കാനുള്ളത്, ഇതിൽ ലഹരി ഒന്നും ഉണ്ടാവില്ല? അതിന് ലഹരിയില്ല. അവിടെ ഇതിന്റെ വൈരുദ്ധ്യാത്മിക ഭൗതിക സിദ്ധാന്തവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പിയം എന്നൊരു സാധനമുണ്ട്. ഓപ്പിയം പോപ്പി സീഡ്സ് എന്ന് പറയും. അതിവിടെ ലിബറലായിട്ട് അവൈലബിൾ ആണ് ഈ എറണാകുളം മാർക്കറ്റിൽ പോലും. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് THC 3% ഉണ്ട്. നിങ്ങൾക്ക് തലക്ക് പിടിക്കും. അതേസമയം അത് ബാനല്ല, ഇത് ബാനാണ്. അപ്പൊ സർക്കാരിന്റെ പല നടപടികളും ജനങ്ങളെ നന്നാക്കാനുള്ളതല്ല എന്നുള്ളതാണ് എന്റെ ഇത്ര നാളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഇതുപോലെ ഡിപ്രഷൻ എന്ന് പറയും. ആങ്സൈറ്റി ഡിപ്രഷൻ രണ്ടാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് ദി ഫ്യൂച്ചർ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അബൌട്ട് ദി പാസ്റ്റ്. അപ്പൊ ഇന്നലകളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചർവണം ചെയ്ത് സ്വയം നശിക്കുന്നതിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാനുള്ളതാണ് ഈ ഇതിന്റെ എക്സ്ട്രാക്ട് കൊണ്ടുണ്ടാക്കുന്ന ഈ റിവൈവ് പ്ലസ് എന്ന് പറയുന്നത്. ഏകദേശം ആങ്സൈറ്റി ഡിസോർഡർ വരികയാണെങ്കിൽ അതിന് നമ്മൾ ക്യാപ്സൂൾസ് ഉണ്ട്. ആ ക്യാപ്സൂൾസ് വളരെയേറെ പ്രയോജനം. രാത്രി കിടക്കാൻ നേരത്തെ, അതായത് ഇതിന്റെ മെയിൻ ഒരു ഇഷ്യൂ, എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കമാണ് പോകുന്നത്. ഇൻസോമിനിയ വരും നമുക്ക്. കാര്യം ഡീഹൈഡ്രേഷൻ വരും ശരീരത്തിൽ. അപ്പൊ രക്തക്കുറവ് വരികയും രക്തത്തിലെ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആങ്സൈറ്റിയിൽ വരികയും ചെയ്യും. ആ ആങ്സൈറ്റിക്ക് നമുക്ക് നല്ല ശുദ്ധമായ ഔഷധമുണ്ട്. എലിവേറ്റ് എന്ന് പറയും. എലിവേറ്റ് എന്ന് പറയുന്ന ക്യാപ്സൂൾസ് ഉണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഏകദേശം 40ഓളം മരുന്നുകൾക്ക് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളിപ്പോൾ ഇറക്കുന്നില്ല. കാര്യം വെച്ചാൽ ഓരോ മരുന്നിനും അതിൻ്റെതായ ഈ പറഞ്ഞ കണക്ക് കുറെ കടമ്പകൾ കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് ഇത് ഷെഡ്യൂൾഡ് മെഡിസിനാണ്. ഇപ്പൊ ഉള്ള കുറെ പേരുടെ പ്രശ്നം ഉറക്കമില്ലായ്മയാണ്. നമ്മുടെ മെഡിസിനിൽ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇതാണ് ഞാനീ പറഞ്ഞ ആങ്സൈറ്റി ഡിസോർഡർ, ഇൻസോമാനിയ മാറ്റാനുള്ള അത് ജെൽ ക്യാപ്സൂളാണ്. അത് ഇന്ത്യയിൽ നമ്മൾ മാത്രമാണ് ഇറക്കുന്നത്. ഇത് ഒരു ക്യാപ്സൂള് സാധാരണ ആൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഇല്ലാണ്ട് ഇറന്ന് ഉറങ്ങാൻ പറ്റും. അതിനകത്ത് THC കണ്ടന്റ് ഉണ്ട്, 1.25% അങ്ങനെ ഒരു കണക്കുണ്ട്. അറിയേണ്ടത് ഇതൊഴിച്ച് ബാക്കി മിക്കവാറും എല്ലാം ഷെഡ്യൂൾഡ് മെഡിസിൻസ് ആണ്. അപ്പോൾ ആയുഷ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. നമുക്ക് പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, അവർ വഴി നമ്മൾ ഡോക്ടർ കൺസൾട്ടൻസി വാങ്ങി കൊടുക്കാം. ഇതെന്താണ് ഓയില് മുടി വളരാനുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താ, കഞ്ചാവിൽ നിന്ന് തന്നെ എടുക്കുന്നത്? ഇപ്പൊ ഈ കുടിച്ച പാല് പോലെ തന്നെ അതിന്റെ സീഡ്സിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ഓയിൽ. ഇതിൽ ഈ പറഞ്ഞ omega-3, 6, 9 മഗ്നീഷ്യം ഉണ്ട്. അപ്പൊ ഒരുമാതിരിപ്പെട്ട സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലുള്ള അസുഖമുള്ളവർക്ക് ഇത് അകത്തേക്ക് കഴിക്കുകയും അതുപോലെ തന്നെ ഓറൽ ആപ്ലിക്കേഷൻ കൊള്ളാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, പുറത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു അസുഖങ്ങളും മാറില്ല. അസുഖങ്ങളുടെ മൂലകാരണം ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ആ ഉള്ളിലെ അസുഖം കൂടെ മാറിയാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ കൂടെയുള്ള സുഖ സൗകര്യങ്ങൾ, മറ്റേ സപ്രഷൻ മാത്രമേ ആവുന്നുള്ളൂ. അതിനും കൂടെ നല്ലതാണ് ഈ ഹെമ്പ് സീഡ് ഓയിൽ. അപ്പൊ താങ്കളുടെ ഔഷധങ്ങളെല്ലാം തന്നെ കഞ്ചാവിന്റെ സീഡ്സിൽ നിന്നാണോ? അല്ല, ഇത് കഞ്ചാവിന്റെ ഇലയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇതിന് THC ഉള്ളത്, റെസ്ട്രിക്ഷൻ ഉള്ളത്, എക്സൈസ് കോട്ട ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഏറ്റവും ഗുണകരം പൂവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പൂവ് എടുക്കുന്നില്ല. അത് സർക്കാർ നമുക്ക് അനുവദിച്ചിട്ടില്ല. അതായത് THC ലെവല് കൂടുതലായതുകൊണ്ട് പൂ സർക്കാർ നമുക്ക് തരുന്നില്ല. അത് ഈ പറഞ്ഞ കാലാന്തരത്തിൽ വരുമായിരിക്കും.
ഞാൻ കേരള ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടുത്തെ ആളുകളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കണമെങ്കിൽ ഈ 3000-6000 കോടി രൂപയുടെ ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റിന് പകരം ഈ ലിബറലൈസ് ചെയ്തിട്ട് ഇത് ഇപ്പൊ ശ്രീലങ്ക തുടങ്ങി, പാകിസ്ഥാൻ തുടങ്ങി, നേപ്പാൾ തുടങ്ങി. ഈ ഒരൊറ്റ കൃഷിയിൽ കൂടെ തന്നെ നമ്മുടെ ഈ 3.5 കോടി ജനങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറ്റാൻ പറ്റും. കൺട്രോൾഡ് രീതി കൂടെ മെഡിക്കൽ കനാബിസിന്റെ ലൈസൻസ് ഇവർ കൊടുക്കും. ഞാൻ ഇട്ടേക്കുന്ന വസ്ത്രം പോലും കഞ്ചാവിന്റെ ഫൈബറിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. കഞ്ചാവിന്റെ നാര് കൊണ്ട് അല്ല, അതിന്റെ സ്റ്റെമ്മിന്റെ നാര് കൊണ്ട് ഉണ്ടാക്കിയത്. ഇതിന് ഇൻഡസ്ട്രിയൽ ഹെമ്പ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത? ഇത് 5-8 ദിവസങ്ങൾ ഇട്ട് കഴിഞ്ഞാലും വേർപ്പ് വരില്ല, പിന്നെ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. അതാണ് എന്റെ ഒരു ഗുണം. ഞാൻ ഒരു സഞ്ചാരിയാണെന്ന് അറിയാലോ. രാജസ്ഥാനിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ചില പാടങ്ങളിലൊക്കെ ഒപ്പിയം പൂക്കൾ കണ്ടു. ഞാൻ ചോദിച്ചു ഇത് എന്ത് പൂക്കളെ നിക്കണേന്ന് ചോദിച്ചപ്പോ ആ ബസ്സിലുള്ളവരൊന്നും ഒപ്പിയം. അപ്പോ ആ നാട്ടിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അതും ഔഷധ ഗുണമുള്ളതന്നെ. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതിലേ ഇല്ല അല്ലെ? നമുക്ക് അതിന്റെ തമാശയാണ് നമ്മൾ പറയുമ്പോ എല്ലാം കുറ്റപ്പെടുത്തലാവും. കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾ കേട്ടാണ് കുറച്ച് കഫ് സിറപ്പ് കഴിച്ച ആളിന് മരിച്ചതായിട്ട്. കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിന് മുമ്പ് വരെ നമ്മുടെ എല്ലാ കഫ് സിറപ്പിലും ഓപ്പിയം ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യർക്ക് ഒരു അസുഖം വരില്ലായിരുന്നു ആ കഫ് സിറപ്പ് കഴിച്ചു കഴിഞ്ഞാൽ. ഒറ്റ റെസ്ട്രിക്ഷനേ ഉള്ളായിരുന്നു, കഫ് സിറപ്പ് കഴിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അതിപ്പോ നമ്മുടെ ഔഷധത്തിനും ബാധകമാണ്. ഒരു സൈഡ് എഫക്ട് ഇല്ലാന്ന് മാത്രമല്ല, ആ കഫ് സിറപ്പ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ഇമ്മ്യൂണോ ഉണ്ടാവുമായിരുന്നു. അതിനെ അവർ ബാൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. അതിനൊരു ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഇത് ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങള് മുന്നോട്ട് വന്നിട്ട്, അതായത് ഇപ്പൊ ഇലക്ഷൻ അടുത്തവരല്ലേ, ശരിക്കും ഈ രാഷ്ട്രീയക്കാരുടെ അജണ്ടകൾക്ക് പകരം ജനങ്ങളാണ് മാൻഡേറ്റ് കൊടുക്കേണ്ടത്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങളെ നമ്മൾ ജയിപ്പിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കുക. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രബോധത്തോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് കേട്ടോ, രാഷ്ട്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് പൂരത്തിനുള്ള ആൾക്കാരാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഡിസീസസ് കൂടിയിട്ടുണ്ട്, വളരെയേറെ കൂടിയിട്ടുണ്ട്. അതിനുള്ളൊരു റെമഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് ഇറങ്ങേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, നമ്മുടെ പഴമയിൽ നിന്നുള്ള നിർദോഷകരമായ രീതിയിൽ കൂടെയുള്ള ഈ കനാബിസ് മെഡിസിൻസ് പ്രൊമോട്ട് ചെയ്യും. അതായത് കൊക്കൈൻ, ഓപ്പിയം ആൻഡ് കനാബിസ്, ഇത് 3മാണ് ലോകത്തെ ഭരിക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ആ 3 സസ്യങ്ങളിൽ 2 നമുക്കിവിടെ ഉണ്ട്. കൊക്കോളയിൽ കൊക്കൈൻ ഉണ്ട്, അതിനകത്ത് ടാറും ഉണ്ട്, ടാറിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അപ്പൊ ഈ ഓപ്പിയമും പിന്നെ ഇത് ബേസ് ചെയ്തിട്ടുള്ള ഔഷധങ്ങളും ഇവിടെ നിർമ്മിക്കാൻ കേരള സർക്കാർ മുൻകൈ എടുത്താൽ നമ്മുടെ ആരോഗ്യം നിലനിൽക്കും. പക്ഷെ കോടികൾ സമ്പാദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കിഡ്നി ഡാമേജ് വരില്ല, ലിവർ സിറോസിസ് വരില്ല, ഹാർട്ട് അറ്റാക്ക് വരില്ല. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ തന്നെ ഡ്രഗ്സിൽ പെട്ടതാണ്, കഞ്ചാവാണ്. കഞ്ചാവ് പൊതുവെ ഹാംഫുൾ ആണെന്നാണ് നമ്മളെല്ലാവരും, ഞാനടക്കം വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തേക്ക് ഇറക്കിയാല് അത് കുട്ടികളെ ബാധിക്കും, കുട്ടികള് വഴിതെറ്റി പോകും, പിള്ളേര് ഇതിന് അഡിക്റ്റ് ആവും, എങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇവൻ ഇത് മെഡിസിൻ ആണെങ്കിൽ പോലും. അപ്പൊ അതിന് നല്ലൊരു മറുപടി അവർക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള മാറ്റവും ബോധവൽക്കരണമാണ് വേണ്ടത്. നിങ്ങൾ ഒരു സാധനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് ലോകത്ത് ഒരു ക്രൈമും ഇല്ലാതായിട്ടില്ല. തലവെട്ടും ഡ്രഗ്സുമായിട്ട് സൗദി അറേബ്യയിൽ പോയാൽ കഴിഞ്ഞ കൊല്ലം 24 പേരുടെ തലവെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഇത് ഇന്നതാണ്, നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഉപയോഗിക്കാം എന്നുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നുകൂടെ നന്നാവും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എൻ്റെ അനുഭവം. കാര്യം എനിക്ക് 2 കുട്ടികളാണ്, ഞാൻ അവരെ ഒന്നിനും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അവരിപ്പം അവർക്ക് മക്കളുണ്ട്. ഇത്തരം കഞ്ചാവ് ഉൽപ്പന്നങ്ങളില് പിന്നെ ഒരു പെർസെന്റ് പോലും നാച്ചുറൽ അല്ലാത്തത്, കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. കെമിക്കൽ എന്നുള്ള കോമ്പോസിഷൻസ് നമ്മൾ വരുന്ന കാര്യം നമ്മൾ ആയുർവേദ പുരാതന ഗ്രന്ഥ സഹസ്രയോഗം ആനന്ദാനന്ദം, കെമിക്കൽ എന്നൊരു വാക്കിന് ശരിക്കും പറഞ്ഞാൽ വിധി പ്യൂരിഫൈഡ് എന്നാണ്. അതിനിപ്പോ ഒരു എളുപ്പ ഇത് പറഞ്ഞുതരാം. പാർക്കിൻസോൺസിന് ലെവഡോപ്പ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. അത് ഈ മുക്കുണ അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, നായ്ക്കണ്ണ പരിപ്പ് എന്ന് പറയത്തില്ല. അതിന്റെ ഒരു കമ്പോണന്റ് ഫൈറ്റോ കെമിക്കൽ എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് FDA പോലെ അപ്രൂവ്ഡ് ആണ്. നേരെ മറിച്ച് ഈ നായ്ക്കണ്ണ പരിപ്പ് പാലിൽ കഴിച്ചാൽ മതി. കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ്. അത് ചോറ് മാത്രം കൊടുത്തോണ്ട് നിങ്ങളുടെ വിശപ്പ് മാറില്ല.
അവരെപ്പോഴും പറയുന്ന ഒരു സിദ്ധാന്തം, ഞങ്ങളുടെ ഒരു ഗുളിക ഇംഗ്ലണ്ടിലുള്ളവൻ കഴിച്ചു കഴിഞ്ഞാലും നാഗർകോവിലുള്ളവൻ കഴിച്ചാലും ഒരേ എഫക്റ്റ് കിട്ടുന്നു. അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അലോപ്പതിയുടെ പരാജയവും. കാര്യം വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയിസൺ എന്നാണ് നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്നത്. ഒരാളിന്റെ കൈവിരൽ അടയാളങ്ങൾ പോലും വേറാക്കില്ല. അപ്പൊ പിന്നെ ജനറലൈസേഷൻ ഒരു സാധനമില്ല. ഓരോരുത്തർക്കും അവരവരുടെ രീതിക്കുള്ള ഭക്ഷണക്രമങ്ങളും ഔഷധങ്ങളും രാഗരോഗാദികളനുസരിച്ച് കാലദേശ കർമാനുസൃതമായിട്ട് വൈദ്യന്മാർ തീരുമാനിക്കണം. എന്റെ മുത്തശ്ശൻ വൈദ്യരായിരുന്നു. അപ്പോ എന്റെ അച്ഛനും മുത്തച്ഛന്റെ അത്രയില്ലെങ്കിലും മുത്തച്ഛന്റെ മരണശേഷം അച്ഛൻ അത് ഏറ്റെടുത്തിരുന്നു. അപ്പൊ വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളെയും പുഷ്കരനൂലത്തിന്റെ പേരെടുത്തുകൊണ്ട് വരൂ, ശംഖുപുഷ്പത്തിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞയക്കും കുട്ടികളെ. അപ്പൊ എനിക്ക് ആ മരുന്നുമായിട്ട് നല്ല ബന്ധമാണ്. അന്നൊക്കെ മദന കാമേശ്വരിയിലേക്കും, അത് കുട്ടികളായ ചെറിയ കുട്ടിയായ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു, പിന്നെ അമ്മ പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. മദന കാമേശ്വരിയിലേക്കും ഉണ്ടാക്കും. അതിന് കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് ഭ്രാന്തിനൊക്കെ ഈ കഞ്ചാവിന്റെ ചേർന്ന ഔഷധങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുമായിരുന്നു ഇത്തരം പ്രശ്നങ്ങളുമായിട്ട്. പക്ഷേ പിന്നീട് ഇത്തരം മരുന്നുകള് വിപണിയിൽ നിന്ന് പോകാൻ കാര്യം തന്നെ കഞ്ചാവ് ബാൻ ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇനി വീണ്ടും വർഷങ്ങൾക്കപ്പുറത്തെ പുറകിലേക്ക് പോയി ഇത്തരം കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മരുന്നുകൾ ഉണ്ടാക്കി ആയുർവേദം കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്നത് കൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടി വരും. അതിനുള്ള പുറപ്പാടിലാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു. തിരിച്ചു വരിക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഈ ഉൽപ്പന്നങ്ങളൊക്കെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ റേറ്റ് ഒക്കെ? അത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുമെങ്കിൽ പോലും ഒരാള് ക്യാൻസർ വന്ന് ഏതെങ്കിലും ഒരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയിട്ട് ലക്ഷങ്ങൾ മുടക്കുന്ന അത് കണക്ക് കൂട്ടുമ്പോൾ ഇത് വെറും ചെറിയ തുച്ഛമായ എമൗണ്ടേ വരുള്ളൂ. പക്ഷെ ഇതിലും വില കുറയ്ക്കാൻ പറ്റും. സർക്കാരിന്റെ നയങ്ങൾക്ക് മാറ്റം വരികയും ഇതിന് ലഭ്യത കൂട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നവർക്ക്, ഇപ്പൊ നമ്മൾ കൃഷി ചെയ്താൽ പോലും നമുക്ക് കിട്ടില്ല, കൃഷി ചെയ്ത് എക്സൈസിന് കൊടുക്കണം. അതുമല്ല നമുക്ക് ഇപ്പൊ ക്വാളിറ്റി നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് വന്നാലും നമ്മൾ ക്യൂ നിന്ന് വാങ്ങിക്കൊണ്ട് വരണം. അപ്പൊ ഇതിന്റെ സൂക്ഷ്മതലത്തില് നല്ല ക്വാളിറ്റി സാധനങ്ങൾ ലിബറലായിട്ട് കിട്ടുകയും അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സാധാരണക്കാരിലേക്ക് എത്തുക തന്നെ വേണം. വളരെയധികം നന്ദി ഇത്തരം അറിവുകൾ പങ്കുവച്ചതിന്.